പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖയുടെ വിവരങ്ങളുമായി വി.എസ്. അനു ചേരുകയാണ്. അനു, പ്രത്യേകിച്ചും ആഗോള നിക്ഷേപ ഭീമന്മാരെ അടക്കം കേരളത്തിലേക്ക് കൊണ്ടുവരും എന്നതടക്കമുള്ള സുപ്രധാനമായ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന നയരേഖയാണ് പിണറായി വിജയൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് നയം മാറ്റത്തിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല എന്നാണോ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്? എന്താണ് ഇതിനെക്കുറിച്ച് പൊതുവെ സമ്മേളന നഗരിയിൽ ഉയർന്ന പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഏതാണ്ട് തുടർഭരണം, അതായത് തുടർഭരണത്തിനൊരു തുടർച്ച എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് കേരള വികസനത്തിന് അല്ലെങ്കിൽ നവകേരളത്തിനായി പുതുരേഖ എന്ന് പറയുന്ന പിണറായിയുടെ രണ്ടാം വികസന രേഖ ഇന്ന് വൈകിട്ട് 4 മണിക്ക് CPM സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കൃത്യമായി ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇത് ചെയ്യുന്നു. പക്ഷേ അതേസമയം ഒരു നയപരമായ മാറ്റങ്ങൾ ഇക്കാര്യത്തിൽ വരുത്തേണ്ടതില്ല. കാരണം ഇത് നേരത്തെ തന്നെ CPIM-ന്റെ കാഴ്ചപ്പാട് തന്നെയാണ്. ഇതിലേറ്റവും പ്രധാനം ഇപ്പോൾ ആഗോള ഭീമന്മാരായ കൂടുതൽ വലിയ കമ്പനികളെ കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനം. അതുവഴി കൂടുതൽ വ്യവസായ സൗഹൃദമാക്കാനുള്ള, സംസ്ഥാനത്തെ വ്യവസായ സൗഹൃദമാക്കാനുള്ള നീക്കം പിണറായി വിജയൻ സ്വപ്നം കാണുന്നു. മാത്രമല്ല, അതിലൂടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ തനത് വരുമാനം ഉയർത്തിയാൽ മാത്രമേ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധമാണ് സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴുള്ള ചില വികസനത്തിന് മാർഗതടസ്സം എന്നുള്ള CPIM ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് അതൊരു പരിഹാരം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്ത് തന്നെ തനത് വരുമാനം കൂട്ടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കൂടുതൽ വ്യവസായ സൗഹൃദമാവുക, അതിനുവേണ്ടി നിക്ഷേപങ്ങൾ കൂട്ടുക എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നയരേഖയിലൂടെ പ്രത്യേകം എടുത്തു കാണിക്കുന്നു. മറ്റൊന്ന്, ആ നയം അല്ലെങ്കിൽ കൂടുതൽ വ്യവസായം വരികയും വികസനം വരികയും എന്നത് മാത്രമല്ല, അതിനൊപ്പം ഈ ഭിന്നശേഷിക്കാരെ, വയോജനങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന, അതായത് എല്ലാവർക്കും വികസനം എത്തിക്കുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ കാഴ്ചപ്പാട് കൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അവതരിപ്പിച്ച രേഖയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സ്കാൻഡിനേവിയൻ കൺട്രികൾ ഉള്ള അതേ തരത്തിലുള്ള ഒരു വികസനത്തിനൊപ്പം തന്നെ ഈ ആളുകൾക്ക് എല്ലാവിധ ക്ഷേമവും ഉറപ്പാക്കാനുള്ള നടപടികൾ, അവരുടെ സംരക്ഷണം ഉറപ്പാക്കാനുള്ള നടപടികൾ, അതിനൊക്കെയാണ് ഈ രേഖ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി ഇപ്പോൾ നമുക്കറിയാം പല മേലധ്യക്ഷന്മാർ, സഭാ അധ്യക്ഷന്മാർ ഉൾപ്പെടെ വിമർശിച്ച കാര്യം, ഈ നമ്മുടെ യുവാക്കൾ, നമ്മുടെ കുട്ടികൾ മറ്റു രാജ്യങ്ങളിലേക്ക് അത് പഠനത്തിനായി വേണ്ടി മാത്രം പോകുന്നവരല്ല, ഈ പഠിച്ച് അവിടെ ജോലി ലഭിച്ച് അവിടെ കുടിയേറുന്ന ഒരു സാഹചര്യം, ഒരു സാമൂഹിക സാഹചര്യം നമുക്കുണ്ട്. അത് മാറണം. കാരണം നമ്മുടെ യുവാക്കളെ, നമ്മുടെ കുട്ടികളുടെ അവരുടെ അധ്വാനിക്കാനുള്ള ഇടം അത് സംസ്ഥാനമായി മാറണം, കേരളമായി മാറണം. അവിടെ കൂടുതൽ വരുമാനം ഉണ്ടാകണം. അങ്ങനെ ഈ ഡ്രൈ ഔട്ട് എന്ന് പറയുന്ന മറ്റ് രാജ്യങ്ങളിലേക്ക് കുട്ടികൾ കുടിയേറി പാർക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി അവർക്ക് ഇവിടെ കൂടുതൽ പഠന സൗകര്യങ്ങൾ, അതുകൂടാതെ തന്നെ അവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതും മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വച്ച നയരേഖയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ സംസ്ഥാനത്തെ കൂടുതൽ വ്യവസായ സൗഹൃദമാക്കുകയും അതുകൂടാതെ തന്നെ കൂടുതൽ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ നയരേഖയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആഗോള നിക്ഷേപ ഭീമന്മാരെ അടക്കം കേരളത്തിലേക്ക് ആകർഷിക്കുന്ന വിധത്തിലുള്ള വലിയ വികസനം കൊണ്ടുവരിക, ഒപ്പം സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങളുടെ മാതൃകയിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കുക, ഇതൊക്കെയാണ് ആ വികസന നയരേഖയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. വി.എസ്. അനുവാണ് അതിന്റെ വിശദമായ റിപ്പോർട്ട് പങ്കുവച്ചത്.